പഠിക്കണ സമയത്ത് അസംബ്ലിക്ക് നിന്നുകൊണ്ട് ആകെ ഒരു ഗുണം കിട്ടുന്നത് ഇവിടെ. സ്കൂളിൽ പഠിക്കണ പിള്ളേർ മുമ്പിൽ, ഇവിടെ നന്നായിട്ട് കുടിക്കണവർ മുമ്പിൽ. എന്നാ ഒന്ന് വണ്ടിയിലോട്ട് കയറി. ഓ പിന്നെ നാളെ 1-ാം തീയതി 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇവിടം വരെ എത്തിയത്. ഒരു അത്യാവശ്യം എന്തോന്ന് അത്യാവശ്യം? ഇതിലും വലിയ അത്യാവശ്യം ഉണ്ടാ? അതൊക്കെ വന്നിട്ട് പറയാം. നീങ്ങ വാ. ആഹാ, 1 മിനിറ്റ്, ഇപ്പൊ വരാവേ. മഴ മഴ കുട കുട മഴ വന്ന തൊപ്പിക്കുട. ചേട്ടാ, മുമ്പോട്ട് പോകുമ്പോ ഈ കൊച്ചിനെ കൂടി മുമ്പോട്ടാക്കിയേക്കണേ. മോനെ, അങ്കിള് പറയുന്ന പോലെ തന്നെ കേൾക്കണോട്ടാ. പോപ്പിക്കുട്ട, എന്നാ കാര്യം എന്നാ? അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? ഹലോ, ഹലോ, ഓയ് ചേട്ടാ, എന്നെ ഒന്ന് താഴത്തോട്ട് കൊണ്ടാക്കുവോ? ചെവി ചേട്ടാ, കൊറേ നേരമായി കാത്തു നിൽക്കുക. എന്നാ മഴയാ? ഈ മഴ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. ഒന്ന് എന്നെ ഇവിടെ താഴെ വരെ കൊണ്ടായി തരുമോ പ്ലീസ്? നല്ല മഴ അല്ലേ? എനിക്ക് മഴ വലിയ ഇഷ്ടമാ. ആഗ്രഹമില്ലായിട്ടല്ല, പള്ളിയായി പോയില്ലേ. ചേട്ടൻ എന്നായി ചുറ്റും നോക്കുന്നേ? ഇവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടോ അതോ ഈ കുടയിൽ വന്ന് വലിഞ്ഞു കയറി ഒന്ന് നോക്കിയതാ? ആ, അതൊന്നും അല്ല. ഇതാരെങ്കിലും കണ്ട് ചേട്ടന്റെ ഭാര്യ അടുത്ത് പോയി പറയുന്നു പേടിച്ചിട്ടല്ലേ? അതിന് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, സിംഗിളാ. അയ്യോ, അതെന്നാ പറ്റി? ഒന്നും ഒത്തു കിട്ടിയില്ലേ? അതോ വല്ല പ്രേമനാരേഷം ആണോ? ഈ മഴയത്ത് നീ എന്നെ പെണ്ണ് കിട്ടിക്കാൻ ഇറങ്ങിയതാണോ? നല്ല ഫിറ്റ് ആണല്ലേ? ആ, ഫിറ്റ് ആയപ്പോ ജിമ്മിൽ നിന്ന് വന്നേ ഉള്ളൂ, അതാ ഫിറ്റ്. പിന്നെ ജിമ്മിലൊക്കെ ഇപ്പൊ മദ്യല്ലേ കൊടുക്കുന്നത്. ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിന്റെ വായ അടച്ച് വെക്കണം. നിന്റെ വായ അടച്ച് വെക്കണമെന്ന് കേട്ടോടി. വായടി. ചേട്ടാ, ചേട്ടൻ ഈ പള്ളിയിലെ കൈക്കാരനാണോ? അല്ല, കപ്പ്യാരാ. ഞാനിവിടം വരെ ഉള്ളൂ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും വഴി തർക്കി വിടണം, ദുഷ്ടൻ. നിന്നോട് അറിവ് നിന്റെ വണ്ടിയെ കയറാൻ. എന്തായാലും ഇത്രയായില്ലേ ചേട്ടാ, ഇനി എന്നെ ഓട്ടോ സ്റ്റാൻഡ് വരെ കൂടെ ഒന്നാക്കിയേക്കും. എന്നെയും കൊണ്ടേ പോകുള്ളൂ. നേരം കളയാതെ വണ്ടി എടുക്ക ചേട്ടാ. ചേട്ടന്റെ പേരെന്നാ? അറിഞ്ഞിട്ട് ഇപ്പൊ എന്നാത്തിനാ? കല്യാണം ആലോചിക്കാൻ വേണ്ടി അല്ല പിന്നെ. ചേട്ടാ, ഞാനൊന്ന് ചുമ്മാ ചോദിച്ചതാ, ഒന്ന് അറിയാൻ വേണ്ടി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. അവന്മാരെന്ത് വിഷോടിക്കാൻ പോയി. വിഷോടിക്കാനോ? ആ, ഏലത്തിനെ തോട്ടത്തില്. എങ്ങോട്ടാ? ഷാപ്പോ ബാറോ ക്ലബോ അതോ വാറ്റോ? കാലത്ത് തന്നെ തുടങ്ങണോ? അവന്മാരോട് വന്നിട്ട് പോരെ? ഇന്നെന്നാ പതിവ് പരിപാടിയിൽ ഒരു മാറ്റം? വേറൊന്നുമില്ല, വയറിന് നല്ല സുഖമില്ല. അസുഖം വയറിനോ അതോ മനസ്സിനോ? ഇന്നലെ മുതൽ ഞാൻ കാണുന്നുണ്ട് ഒരിളക്കം. ഒരു മിനിറ്റ് വായി നാക്കി കിടക്കത്തില്ലെന്നേ, ഭയങ്കര വായാടിയാ. ആ വായാടിയ ചോപ്പനങ്ങ് പിടിച്ചു എന്നാ തോന്നുന്നേ. ഒന്ന് പോകുന്നു മോളെ, കൊച്ചു പെണ്ണാന്നേ. ചെറുപ്രായത്തിൽ ഞാനൊരു കല്യാണം കഴിച്ചിരുന്നേ, അതുപോലെ ഒരു മോളുണ്ടായിരുന്നു. എന്റെ തോപ്പ, പ്രേമത്തിന് പ്രായവും കാലവും ഒന്നുമില്ല. ആർക്ക് എപ്പോ വേണമെങ്കിലും ആരെയും പ്രേമിക്കാം. അത് ശരിയാ. അല്ല പിന്നെ അവള് കറക്റ്റ് തോപ്പന്റെ കൂടെ തന്നെ ഒന്ന് കയറുമോ? ഈ നിമിത്തം എന്നൊക്കെ പറയുന്നത് തന്നെ. ഒന്ന് പോടാവേ അവിടെ നിന്ന്. നിമിത്തം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. വൈകുന്നേരം ലോഡ് പോകാനുള്ള വേഗം പണി നിൽക്ക്. ചാക്ക് ചാടിക്കയറി തലയിരിക്കത്തില്ല. ശരിക്കും നിമിത്തമൊക്കെ ഉള്ളതാന്ന്. ആ പാപ്പിച്ചായോ, ഈ നിമിത്തത്തിലേക്ക് വിശ്വാസം ഉണ്ടോ? നിമിത്തം നിമിത്തം പിന്നെ ഉണ്ടോന്നു? നമ്മുടെ സുധാകരന്റെ മോള് നിനക്കറിയാവുന്നേ, കൗളിൽ കറുത്ത മറുകുള്ള സുന്ദരി കൊച്ച്. ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയതാ. സ്കൂട്ടർ എടുത്ത് പുറത്തോട്ടിറങ്ങിയതും ഒരു ടിപ്പർ പാഞ്ഞു വന്ന് ദേഹത്തൂടെ കയറി ഇറങ്ങി ഇങ്ങ് പോയി. ഇതാണ് ഈ നിമിത്തം നിമിത്തം എന്ന് പറയുന്നത്. ഞാൻ ഈ കൊല്ലം കൊണ്ട് വെച്ചു വരാം. ഒരു കട്ടിൽ കൊണ്ടുപോകാൻ 4 പേര് വേണോടാ? ആ 2 പേരെ കൂടി വിളിച്ചാ അവര് വന്നില്ല. കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തോളാം. പാപ്പിച്ചായ, ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരോട് അങ്ങോട്ട് ചെല്ലാൻ പറ. അവിടെ ആരും ഇല്ലാതെ നിൽക്കും. കുറച്ചുപേരും ഇങ്ങോട്ട് വന്നേ. ബാബാ, ചേട്ടന്റെ കഴിഞ്ഞായിരുന്നു. എന്നാ പോയട്ടെ. ഡോക്ടറെ, ഈ അമ്മച്ചി ഒന്ന് നോക്കിക്കേ. വിട്ടുമാറാത്ത ചുമയാ. ചുമയെന്ന് പറഞ്ഞാൽ അയൽവക്കത്തുകാർ കിടന്നുറങ്ങാനേ ഒക്കത്തില്ല. DTS എഫക്റ്റാ. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. തോപ്പൻ അന്ന് പറഞ്ഞത് കറക്റ്റാ. എവിടെയോ ഒരു ആനി കിടപ്പുണ്ട്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മച്ചിയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചാലോ? എന്നായി പറയുന്നേ? അവക്ക് താല്പര്യമില്ലെങ്കിലോ? നമ്മൾ വെറുതെ അമ്മച്ചിയെ കൊണ്ട് അവിടെ ചെല്ലുമ്പോ അവള് വേണ്ടാന്ന് പറഞ്ഞാലോ? പോട പൊട്ട, പ്രേമിക്കറിയാൻ മേലാത്ത മണ്ടന്മാര്. നമ്മൾ ഏത് പെണ്ണിനോടും ഇഷ്ടമാന്ന് പറയുമ്പോ അവരാദ്യം അയ്യോ എനിക്കൊന്നും അറിയാൻ മേലായേ, ഞാൻ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാ മതിയോ, എന്താ ഇതൊക്കെ എന്നൊക്കെ പറയുമെങ്കിലും മുഖത്ത് നോക്കി ഇഷ്ടമെന്ന് പറയണ ചങ്കൂറ്റുള്ള ആമ്പിളേരോടാണ് എന്നും പെമ്പിളേർക്ക് ഇഷ്ടം. മനസ്സിലായോ? എന്റെ പട്ടി പോവാളുടെ ഐ ലവ് യു പറയാൻ. നീ എന്നെ പറ്റി വിചാരിച്ചേ? അയ്യോ, കണ്ട പെണ്ണുങ്ങളൊക്കെ പറയണ ഐ ലവ് യു പറയലാണ് എന്റെ ജോലി. ജോപ്പന് ഇതങ്ങോട്ട് നടിച്ചേ. എന്തിയാ പറയാ? അടിക്കും. നല്ല അന്തിപ്പനയാ. ആ മനസ്സും കൊണ്ട് ഇളകട്ടെ. അതടിച്ചാ മനസ്സിളകില്ല, വയറിളകത്തുള്ളൂ. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ?
എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ശോ, ഞാൻ പോവാ. വേണ്ട, പറഞ്ഞിട്ട് പോയാ മതി. നാളെ പറഞ്ഞാ മതിയോ? മതി. അത് ശരി, അപ്പൊ റിഹേഴ്സൽ ആണല്ലേ? എന്തൊക്കെയായിരുന്നു ഇന്നലെ ഷോ? ഐ ലവ് യുന്റെ പട്ടി പറയും, പൂച്ച പറയും, കള്ള. എന്നിട്ടിപ്പോ കുഞ്ചാക്കോ. ഹലോ, ഞാനാ ചോപ്പാ, മരിയ. അവളാ മരിയ. എന്നാന്ന് ചോദിക്കേ. ആ എന്നാ എന്നാ പറ. അതെ, എനിക്ക് ജോപ്പനെ ഒന്ന് കാണണമായിരുന്നു. ഒരു കാര്യം പറയാനാ. എന്നെ ഒന്ന് കാണണോന്ന്. അതിനെ നമുക്ക് കാണാന്ന് പറയുന്നേ. അതിനെ നമുക്ക് കാണാം. ആ, എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് എന്റെ ഹോസ്റ്റലിന് മുന്നിൽ ഒന്ന് വരാവോ? ആ, പിന്നെ കൂടെ ആരെയും കൂട്ടണ്ട, ഒറ്റയ്ക്ക് വന്നാ മതി. ഓ, അങ്ങനെ ആയിക്കോട്ടെ. വൈകിട്ട് ഹോസ്റ്റലിന്റെ മുമ്പില്. ഓക്കെ ഓക്കെ, ശരി. സീ യു, ബൈ. എന്നതാടാ എന്നതാ പറഞ്ഞേ? വല്ല മുടിഞ്ഞ തമാശയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കും. അയ്യോ എന്നതാടാ? ഓക്കെ, എന്നെ ഒന്ന് കാണണമെന്ന്. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആ, പിന്നെ പറയുന്നോണ്ടെന്ന് വിചാരിക്കരുത്. കൂടെയുള്ള ലോ ക്ലാസ്സുകൾ ആരെയും കൂട്ടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എന്നാ മതി എന്നാ. ഇതിപ്പം ഇഷ്ടം പറയാൻ തന്നെ വിളിച്ചെന്ന് എന്നാ ഇത്ര ഉറപ്പ്? അതുകൊണ്ട് അത്ര വലിയ അഹങ്കാരം ഒന്നും വേണ്ട. എടാ മോനെ, മാത്താ പോത്താ കുരിയാ കുഞ്ഞിപ്പാലു, കൂത്താട്ടുകുളത്തുകാരി മര്യാദയ്ക്ക് ഈ തോപ്രാങ്കുടിക്കാരൻ ജോപ്പനോട് പിന്നെ എന്നാ ഒലക്കാടാ പറയാനുള്ളേ? അതുകൊണ്ട് മക്കള് പോ 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 പോ. എനിക്കേ ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. മനസ്സിലായില്ലേ? എന്നാ പിന്നെ കാണാം. ഇനി വല്ല ചാകാനായിരിക്കും വാതിലടച്ചത്? എന്ത് കാര്യത്തിന്? ഇതിനൊക്കെ വല്ല കാരണം വേണം, ഒരൊറ്റ തോന്നലാണ്. പിശാചിനെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ സമയമായിരിക്കും. ലഹരി പിശാചാകും. മദ്യവും മയക്കുമരുന്നും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും പിശാചിന്റെ സന്തതികളാകുന്നു. അപ്പൊ ഈ പിശാചിന്റെ ഭാര്യ ആരായിരിക്കും? ഇടുക്കി ഗോൾഡ്. പിശാചിന്റെ സന്തതികളിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവം എന്നെ കാണിക്കുന്നു, ഇവിടെ പലരുടെയും കയ്യിൽ പിശാചിന്റെ സന്തതികളായ സിഗരറ്റും മദ്യവും ഒക്കെ ഉള്ളതായിട്ട്. ദാ ഇവിടെ ഈ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് വലിച്ചെറിയൂ അവന്റെ ദുഷ്ട സന്താനങ്ങളെ. മടിക്കാതെ കൊണ്ടുവന്ന് നിക്ഷേപിക്കൂ, ഇല്ലെങ്കിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാവുമെന്ന് കർത്താവ് എന്നെ അറിയിക്കുന്നു. എന്താണ് നിങ്ങൾ മടിച്ചിരിക്കുന്നത്? നിക്ഷേപിക്കൂ. എല്ലാവരും ഉണ്ടല്ലോ, വന്നോളൂ വന്നോളൂ, നിക്ഷേപിച്ചോളൂ, നോക്കണ്ടായിട്ടോ. തോപ്പ നമ്മൾ കൊണ്ടിടേണ്ടി വരുമോ? കൊണ്ടിട്ട് ഒന്നുകൂടെ ഞാൻ 5 ദിവസത്തൊക്കെ ആവപ്പെടാനുള്ള സാധനം. ഇനിയുമുണ്ട് രണ്ടുപേർ കൂടി ഉണ്ട് ഇവിടെ. ആ 2 പേരുടെ ഇടുപ്പുകളിൽ പിശാചിന്റെ സന്തതികളെ സൂക്ഷിക്കുന്നതായി കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു. ആ 2 പേർ ആരാണ്? മനസ്സിലായി നമ്മുടെ സാധനം ഉണ്ടെന്ന്. അയ്യോ, ദിവ്യൻ. ആ 2 പേര് നമ്മൾ 2 പേരും ആയിരിക്കുമോ? ഓ, നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെടാ എരണം കെട്ടവനെ. കർത്താവ് എനിക്ക് ആ 2 പേരെ കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളെ പിടിക്കണോ, അതോ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിക്ഷേപിക്കുന്നുവോ? നീ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരും. രക്ഷയില്ല. 5-6 രണ്ടുപേരുണ്ടായിരുന്നു. അച്ഛൻ പണി തന്നതാ. എഴുന്നേറ്റ എല്ലാ 2 പേരും ഇങ്ങോട്ട് വന്നോളൂ. ഈ അച്ഛൻ കുടിയന്മാരെ ബ്രാക്ക് തീർക്കാനായിട്ട് വേറെ ധ്യാനം കൂടേണ്ടി വരും. എന്താ ചിരി? വന്നോളൂ, നാണിക്കണ്ട. ദൈവത്തിന്റെ മുമ്പിൽ ഇതെല്ലാം കൂടി എന്നാ ചെയ്യുമായിരിക്കും? കൊണ്ടുപോയി അലുവ ഉണ്ടാക്കും. എന്നാ പോരെ? ആലുവ കിട്ടിയാലും മതിയായിരുന്നു. അയ്യോ, കുടിച്ചു കൊഞ്ചു പോലെ ആയല്ലോ. ഇനിയും നിർത്താറായില്ലേ? നിർത്തിയതാ, വേണമെങ്കിൽ ഇനിയും നിർത്താം. ദേ കിടക്കട്ടെ. കട്ടപ്പന ബീവറേജ് പോലുണ്ട്. എന്തോരം വെറൈറ്റികളാ ഈ ബക്കറ്റ് അടിച്ചു മാറ്റി വരൂട്ടാ. ഇനി വചനം എന്നെ നീ കരയിക്കാതെ കൊണ്ടുവന്ന് ഇടാൻ നോക്ക. വേഗം. ഇതെന്താ പേന? അച്ഛോ, ഈ പേരൊരു മഷിയല്ല അച്ചോ, മദ്യോട് ഒരു 90. വേഗം പോടോ. ഓ സാത്താനെ.